ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ചെറിയൊരു കാറ്ററിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ കുക്കിങ്ങൊക്കെ കണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ രാവിലെ തന്നെ അടുപ്പ് കത്തിച്ച് ഇന്നിപ്പോൾ നൂൽപുട്ടും ചിക്കൻ പാർട്സില്ലേ അതുകൊണ്ടൊരു കറിയൊക്കെ ആയിട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ആദ്യം പാർട്സ് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഗ്യാസ് എത്തിക്കാൻ പേടിയാണ്, ഗ്യാസ് കിട്ടിയിട്ടില്ലെങ്കിൽ കുടുങ്ങൂലേ. അപ്പോൾ വിറകുണ്ടല്ലോ, അപ്പോൾ അടുപ്പുണ്ട്, നല്ലോണം കത്തണ അടുപ്പുമാണ്. അപ്പോൾ നമുക്ക് ഇനി അധികം കുക്കിംഗ് അടുപ്പ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ വേഗം അടുപ്പൊക്കെ കത്തിച്ച് ഒരു മൺചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചതിലേക്ക് ഇതാ സവാളയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ റെസിപ്പി ആയിട്ട് കാണിക്കൊന്നുമല്ല കേട്ടോ, ഞാൻ ഏതായാലും ഉണ്ടാക്കല്ലേ, ഇപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചെന്നുള്ളൂ. പിന്നെ ചില ആൾക്കാർ ഈ ചിക്കൻ പാർട്സ് കഴിക്കൂലല്ലേ, ചിലർക്ക് നല്ല ഇഷ്ടമാവും. ഇവിടെ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല കേട്ടോ, എൻ്റെ റിച്ച് മോനൊന്നും പറ്റൂല. ചില ആൾക്കാർ ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയും, പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ലതല്ലേ. ഞാനിങ്ങനെ ചില വീഡിയോസിലൊക്കെ കാണലുണ്ട് കേട്ടോ, ചിക്കൻ്റെ ലിവറൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്താ പറയുക, നാടൻ ചിക്കൻ്റെതാവണം എന്നാലേ കാര്യം നല്ലതൊക്കെ. ഇതിപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കണ ചിക്കനല്ലേ, അത് 40 ദിവസം കൊണ്ട് തന്നെ വലിയതാവണ ചിക്കനല്ലേ. അപ്പോൾ അതൊക്കെ ആയിട്ട് അയക്കാറില്ലേ അങ്ങനെ പറയണേ, എന്താ അറിയില്ല, എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറയാത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണില്ല. ഏതായാലും ഞാനത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിക്കടുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ടാണ് കേട്ടോ. പിന്നെ നൂൽപൂട്ടിനുള്ള പൊടി കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ അരി കഴുകി ഉണക്കിയിട്ട് അങ്ങനെ പൊടിപ്പിച്ചെടുത്തതാട്ടോ ഈ അരിപ്പൊടി. അപ്പോൾ ഇതിക്ക് നല്ല തിളച്ച വെള്ളം ഒഴിക്കണ്ട. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന പൊടിയാവുമ്പോഴേ ഇങ്ങനെ ഈ വെള്ളം നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ അങ്ങനെ കുമിളകൾ വരുമല്ലോ തിളക്കണീൻ്റെ മുന്നേ. ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കലാട്ടോ ഞാൻ. അപ്പോൾ ആ വെള്ളം ഒഴിച്ചാണ്ടാണ് മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പം ആദ്യം കുറേശ്ശെ അങ്ങനെ ചേർത്താണ്ട് മിക്സാക്കി കൊടുക്കും. എന്നിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കും. അല്ലാതെ വെള്ളം അളന്നിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ അടുപ്പത്ത് വെക്കൽ. നമ്മൾ വീട്ടിൽ അരി കഴുകി പൊടിച്ചെടുക്കണതാവുമ്പം അതിക്ക് വെള്ളം കുറച്ച് മതി. നേരെ മറിച്ച് നമ്മൾ പാക്കറ്റ് പൊടി വാങ്ങിക്കുകയാണെങ്കിൽ ആ പൊടിക്ക് കുറച്ചധികം വെള്ളം വേണം. അതങ്ങനെ അരി പൊടിച്ച് വറുത്തൊക്കെ വരുന്ന പൊടി ആയതുകൊണ്ടാവും വെള്ളം കുറച്ചധികം വേണം കേട്ടോ. ഇതിക്ക് അങ്ങനെ വെള്ളം അത്ര വെള്ളം വേണമെന്നില്ല. ഇത് നമ്മൾ അരി കഴുകി ഉണക്കി പൊടിച്ച് കൊണ്ടുവരിക, വറുക്കൊന്നുമില്ല കേട്ടോ. ബില്ലൊന്നും തന്നെ വറുത്തൊന്നും തരില്ല, എന്നാലും കേടൊന്നും വരില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല അരിപ്പൊടി തന്നെയാണ്. ഞാൻ അധികം തന്നെയാണ് യൂസ് ചെയ്യൽ. ഒരു 10 കിലോനൊക്കെ അങ്ങനെ പൊടിച്ച് വെക്കല കേട്ടോ. ഇത് കണ്ടോ, നല്ല ഈസി ആയിട്ട് ഇതൊന്ന് പോരുന്നില്ലേ. അതേപോലെ തന്നെ ഈ മരത്തിൻ്റെ അച്ചുകൊണ്ട് നൂൽപുട്ട് ഉണ്ടാക്കാനും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. മറ്റേ അച്ഛനെക്കാട്ടിലും എനിക്ക് സുഖം ഇതാണ്. ഞാൻ ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ അധികം നൂൽപുട്ട് ഉണ്ടാക്കൽ. ഇതിനധികം റേറ്റ് ഒന്നും ഇല്ലേ, കുറഞ്ഞ റേറ്റ് എന്തോ ഉള്ളൂ. ഞാൻ വാങ്ങിയിട്ട് കുറേ ആയിക്കണ്. നമ്മൾ കുടിരിക്കലൊക്കെ ഉണ്ടാവില്ലേ, ആ സമയത്ത് വാങ്ങിയതാട്ടോ. കുറേ ആയി, 6 വർഷമൊക്കെ കഴിഞ്ഞ് വെക്കും. ഇപ്പം എത്രയാണെന്ന് അറിയില്ല. അന്ന് 100 എത്രയോ ആണ്, 125 അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. കറക്റ്റ് എനിക്ക് ഓർമ്മല്ല. എന്നാലും സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങണ കടയിൽ അന്വേഷിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ലിങ്ക് ചോദിക്കല്ലേ, നിങ്ങൾ സാധാ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ സ്റ്റീൽ പാത്രമൊക്കെ വാങ്ങണ കടയിൽ ചോദിച്ചാൽ മതി കേട്ടോ, അവിടെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൽ നൂൽപുട്ട് വീച്ചെടുക്കുമ്പോഴേ കുറച്ചൊരു ടൈറ്റ് ഉണ്ടാവും. അത് കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കി ആവുമ്പോൾ അങ്ങനെ ലൂസായിട്ട് റെഡിയായി വരും. അങ്ങനെ നൂൽപുട്ട് ഫസ്റ്റ് ട്രിപ്പ് ആയി. പിന്നെ രണ്ടാമത്തെ ട്രിപ്പിൽ ഉള്ളത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കറി വന്ന് നോക്കിയപ്പോൾ കറി ഇതാ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കണമുണ്ട്. അപ്പം ഇനി എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുട്ടികൾക്ക് മദ്രസ ഇല്ലാത്തതുകൊണ്ടേ ആക്കം പോലെ ഉണ്ടാക്കിയാൽ മതി. സ്കൂൾക്ക് പോകാനാവുമ്പോഴത്തേനും ഉണ്ടാക്കിയാൽ മതി ബ്രേക്ക്ഫാസ്റ്റൊക്കെ. അപ്പോൾ കുറച്ച് നേരം വൈകിട്ട് തന്നെ കേട്ടോ കിച്ചണിക്ക് വരല്. ഇതൊന്നും കൂടെ അങ്ങനെ വെള്ളമൊക്കെ വറ്റിച്ച് ഇങ്ങനെ ഉണക്കി എടുക്കണം കേട്ടോ. എനിക്ക് അങ്ങനെയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ നമ്മൾ നൂൽപുട്ടൊക്കെ ഇത് ഉണ്ടാക്കിയത്. പിന്നെ ഇത് പറ്റാത്തവർക്ക് അതിൻ്റെ കറി കൂട്ടിയാണ്ടെങ്കിലും കഴിക്കാമല്ലോ വിചാരിച്ച് അങ്ങനെ കുറച്ച് കായം പോലെ ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാട്ടേന്. അപ്പോൾ ബാബുവിന് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും അതിൻ്റെ അവർ ഗ്രേവിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ നൂൽപുട്ടൊക്കെ കഴിച്ച്. പിന്നെ ഐഫക്കുട്ടിക്ക് പഞ്ചസാരയും നൂൽപുട്ടും മതി പറഞ്ഞു, ഓൾക്ക് അങ്ങനെ കൊടുത്ത്. റിച്ച് മോന് തേങ്ങയും പഞ്ചസാര ഇട്ടാണ്ട് നൂൽപുട്ട് മതി പറഞ്ഞു, ഓനക്ക് അങ്ങനെയും കൊടുത്ത്. അങ്ങനെ നമ്മൾ വീട്ടിൽ കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ, ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളല്ലേ. എന്നാലും അങ്ങനെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല കേട്ടോ. ഉള്ളതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കും. അല്ലാതെ വേറെ കറി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പറ്റണവർ അങ്ങനെ കഴിക്കും, പറ്റാത്തവർ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കും, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ എന്തായാലും 3 നൂൽപുട്ടൊക്കെ എടുത്ത് പിന്നെ കുറച്ച് പാർട്സൊക്കെ ഇട്ടാണ്ടേ ഞാനും കഴിച്ചിട്ടോ.
അപ്പോൾ എനിക്കിഷ്ടമാണ്. ഞാനങ്ങനെ ഇഷ്ടത്തോടു കൂടിയിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇഷ്ടമില്ലാത്ത രീതിയിലും കഴിച്ചിട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിന്. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ചെറിയൊരു കാറ്ററിംഗ് ഉണ്ട്. ചെറിയൊരു കാറ്ററിംഗ് പറഞ്ഞാൽ 1 കിലോ ബീഫ് ബിരിയാണിക്കുള്ള ഓർഡറാട്ടോ. ഞാൻ 1 കിലോനൊന്നും ആർക്കും വെച്ച് കൊടുക്കലില്ല. പക്ഷേ ഇത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്, നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ കൈ കൊണ്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ വേറെ ഒന്നിപ്പോൾ അങ്ങോട്ട് പോകണമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ നമുക്കൊന്ന് ബീഫ് തന്നെയാണ്. ബീഫ് വരട്ടാനുള്ളത് അങ്ങനെ വെട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ബിരിയാണിക്കുള്ളത് വേറെ ബിരിയാണിക്കുള്ള വെട്ടിയാണ്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ കഴുകി വെച്ചു. ഇനി അതിലേക്കുള്ള സവാളയൊക്കെ തൊലി കളഞ്ഞെടുക്കണം. നമുക്ക് 1 കിലോനാണെങ്കിലും 2 കിലോനാണെങ്കിലും 3 കിലോനാണെങ്കിലും ഒക്കെ ഒരു പണി തന്നെ. കാരണം ഇതൊക്കെ സവാളയൊക്കെ തൊലി കളയലും ഇതൊക്കെ ഒരു പണി തന്നെയാണല്ലോ. 1 കിലോനിക്കാണെങ്കിലും വേണമല്ലോ നമ്മളതൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ടേബിളുമൊക്കെ എടുത്ത് വെച്ചിന് കേട്ടോ. എന്നിട്ട് അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ബീഫത്തെ വെള്ളമൊക്കെ ചോർന്നിനി ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന്. അപ്പോൾ അത് അടുപ്പത്ത് വെക്കാമെന്ന് കരുതി കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ്, ബീഫ് കുക്കർക്ക് ഇട്ട് കൊടുക്കും കഴുകിയിട്ട്. അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കല്ലുപ്പും അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കും. വെള്ളമൊന്നും ചേർക്കൂല കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെള്ളത്തിൽ തന്നെ പൊടിഞ്ഞുണ്ടാവും. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 5 വിസിൽ കേട്ടോ. 5 വിസിലടിച്ചാൽ ഓഫാക്കും. പിന്നെ അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ തുറന്ന് നോക്കുള്ളൂ. അപ്പം ആക്കം പോലെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ബീഫ് അടുപ്പത്ത് വെച്ചു. അപ്പോൾ അതിനി അവിടെ കടന്നിട്ട് വേവട്ടെ കേട്ടോ. ചിലപ്പോൾ ഈ ലേറ്ററിന് അങ്ങനെ കേട്ടോ, ഇങ്ങനെ കത്തിച്ച എളുപ്പത്തിലാണ് കത്തി കിട്ടൂല, ഒരു കൊഞ്ചലാണ്. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടോ. പിന്നെ ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ചോറും ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഇപ്രാവശ്യം ഇൻഡസ് വാലിയിൽ നിന്ന് കിട്ടിയതാട്ടോ ഈ ഒരു റൈസ് പോട്ട്. ഇതിൽ ചോറുണ്ടാക്കാൻ നല്ല സുഖമാണ്. ഞാൻ റേഷൻ കാർഡിൽ തരികയല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഈ ഇതുമ്മ വെച്ചത്. പിന്നെ ഇവിടെ സവാളൻ്റെ തൊലിയൊന്നും കളഞ്ഞ് കഴിഞ്ഞിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളയാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇനി അടുപ്പത്ത് ഇങ്ങനെ പോയി തീയത്തിക്കാനാവില്ല വിചാരിച്ചിട്ട് ഗ്യാസുമ്മ തന്നെ അടുപ്പത്തിട്ടതാ കേട്ടോ. ഈ ഒരു പാത്രം നല്ലൊരു ഉപകാരം കേട്ടോ. നമുക്ക് ഗ്യാസുമ്മലും അതേപോലെ ഇൻഡക്ഷനിലൊക്കെ ചോറൊക്കെ വെക്കാനേ നല്ല ഉപകാരം പറഞ്ഞാൽ നല്ല ഉപകാരമാണ്. ചോറ് ഊറ്റാനൊന്നും വേറെ കൊട്ടക്കൈയിലൊന്നും എടുത്ത് ഊറ്റാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇതിൻ്റെ അടപ്പുമ്പോൾ തന്നെ ഉണ്ട് ഹോൾസ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ചെരിച്ച് പിടിച്ചു കൊടുത്താൽ വെള്ളമൊക്കെ ചോറിന് അങ്ങനെ വാർത്ത് എടുക്കാൻ പറ്റും. നല്ല ചോറ് വയ്ക്കാറ് കേട്ടോ. പിന്നെ കലത്തിലൊക്കെ നമ്മൾ ഗ്യാസിൽ ചോറ് വെക്കുമ്പോൾ അങ്ങനെ തിളച്ചിന്തൂലേ, അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ. ആ അടപ്പുമ്പോൾ കണ്ടില്ല നിങ്ങൾ ഹോൾസ്, ആ ഹോൾസിൻ്റെ അവിടേക്ക് ഇങ്ങനെ ആ ചോറ് ഇങ്ങനെ തിളക്കണം. അപ്പോൾ അതവിടെ വന്ന് നിൽക്കുന്നല്ലാതെ പുറത്ത് കൊലിച്ച് വരെ അങ്ങനെയൊന്നും ചെയ്യൂല കേട്ടോ. കൗണ്ടർ ടോപ്പ് ഒന്നും അല്ല, ഗ്യാസ് സ്റ്റവ് ഒന്നും വൃത്തിയാടാവേ ഒന്നും ചെയ്യൂല. നമ്മൾ കലത്തിൽ ചോറ് വെക്കുമ്പോൾ അങ്ങനെ തിളച്ചിന്തോലോ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, എളുപ്പം വേവും ചെയ്യും. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. അരിയൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം തളിച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അതും അവിടെ കിടന്നിട്ട് അങ്ങനെ വെന്തോളും. പിന്നെ സവാളയൊക്കെ തൊലി കളയുമ്പോൾ ഇതേപോലെ ഒരു കവർ എടുത്ത് വെക്കുകയാണെങ്കിൽ ടേബിളൊന്നും വൃത്തികേടാവില്ല. അകത്ത് പിന്നെ ക്ലീനിങ്ങിന് നിൽക്കണ്ട. മറ്റേത് ഉള്ളിത്തോലൊക്കെ എല്ലായിടത്തും ആവില്ലെങ്കിൽ. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടോ ആ ഉള്ളിത്തോലൊക്കെ ആ കവർക്ക് ഇട്ട്. അപ്പം ഇനി അവിടെ ക്ലീൻ ആക്കാനായിട്ട് ഒരു സമയം എടുക്കുമില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഞാനിനി മസാല റെഡിയാക്കി എടുക്കണം. പിന്നെ സവാളയൊക്കെ വേഗം കട്ട് ചെയ്തിട്ടുണ്ടേന്. അപ്പോൾ മൺചട്ടിയിലാട്ടോ ഒന്ന് സവാളയൊക്കെ വഴറ്റിയെടുക്കണത്. 1 കിലോനല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പാകക്കാരം. അപ്പോൾ 1 കിലോ ബിരിയാണിക്കുള്ള മസാലയ്ക്ക് ഞാൻ ഇപ്പോൾ 5 സവാള ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മസാലയ്ക്ക് 3 സവാളയാണ് നമ്മൾ എടുക്കുക. ഒരു സവാള നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുക്കൂല, അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കും. ഒരു സവാള തൈരിനും കേട്ടോ. അങ്ങനെ 5 സവാളയാണ് ഞാൻ ടോട്ടലി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് മസാലയ്ക്കുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണയിലാട്ടോ വഴറ്റിയെടുക്കുന്നത്. കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇനി അതവിടെ കടന്നിട്ട് അങ്ങനെ വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മൾ ചോറ് ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ നോക്കിയപ്പോഴേ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നല്ലോണം നിറച്ചുണ്ട് കേട്ടോ. ഇതിൽ 2.5 കപ്പ് അരിയാണ് ഞാൻ ഇട്ട് കൊടുത്തിനത്. റേഷൻ കടയിലത്തെ അരി ആയതുകൊണ്ടേ നല്ലോണം വെള്ളം ഒഴിച്ച് ഊറ്റി കളഞ്ഞിട്ട് വേണം പിന്നെ ഊറ്റിയെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കൊഴുപ്പുണ്ടാവും. പിന്നെ ഷുഗറൊക്കെ എല്ലാവർക്കാണെങ്കിൽ പറയും വേണ്ട. ഞാൻ അപ്പം അങ്ങനെ ചോറ് കഴിക്കലുമില്ല കേട്ടോ. ഉച്ചക്ക് മാത്രം കുറച്ച് ചോറ് കഴിക്കും. വൈകുന്നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് അങ്ങനെ കഴിക്കൽ. അപ്പോൾ ഈ ചോറിനുണ്ടാവും കേട്ടോ എനിക്ക് വൈകുന്നേരത്തിനും. എന്നാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഒരു കേടും വരില്ല കേട്ടോ. വേണമെങ്കിൽ ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ അതേപോലെ ഇതിങ്ങനെ കമിഴ്ത്തി കൊടുത്താൽ മതി കേട്ടോ. അടപ്പ് അവിടെ ലോക്കാവും. അതിൻ്റെ 2 ഹാൻഡിലുമേലും ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കാണ്ട്. നീക്കി കൊടുത്താൽ പിന്നെ ചോറൊന്നും പുറത്ത് പോരില്ല കേട്ടോ. അങ്ങനെ വെള്ളം വാർത്തെടുക്കാൻ പറ്റും. അങ്ങനെ അത് വാർത്തൊക്കെ എടുത്തു. അപ്പോൾ തന്നെ നമ്മൾ സവാള ഇവിടെ റെഡി ആയിട്ടുണ്ടായിന്, വഴന്നൊക്കെ വന്നിട്ടുണ്ടായിന്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചിട്ട് കൊടുത്തു.
ഞാനൊരു കൂടം വെളുത്തുള്ളിയും അതേപോലെ ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ പച്ചമുളക് ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ടായിന് കേട്ടോ. പച്ചമുളക് നമ്മളെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പച്ചമുളകിൻ്റെ എരിവ് തന്നെയാണ് കേട്ടോ അതിക്ക് അധികം ഉണ്ടാവുക, മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോഴാണ് ബിരിയാണിക്ക് ടേസ്റ്റും ഉണ്ടാവുക. കുറേ മസാലപ്പൊടികൾ ചേർത്താൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു, ഒക്കെ വഴറ്റി കൊടുത്തിട്ട് മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തു. കുറച്ച് കാശ്മീരി മുളക് പൊടിയും അതേപോലെ തന്നെ നമ്മൾ ബിരിയാണി മസാല, അതേപോലെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത്രയും പൊടികളാട്ടോ ചേർത്തത്. പിന്നെ പെരുംജീരകം പൊടിച്ചതും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അടുപ്പ് കത്തിച്ചിന്. അപ്പോൾ അടുപ്പ് നല്ലോണം കത്തിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെയാണ് കേട്ടോ പെരുംജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്തത്. ഇങ്ങനെ കേട്ടോ ഞാൻ എപ്പോഴും ഒരു ജോലി കഴിയട്ടെ എന്ന് വിചാരിക്കൂല, അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ചെയ്യും. അതുകൊണ്ട് എന്താ പറയുക, എളുപ്പം പെട്ടെന്ന് നമ്മൾ പണികൾ തീരും. അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എടുക്കാൻ നിന്നാൽ പണികൾ തീരെയില്ല. അപ്പോൾ ഇതും ഉച്ചക്ക് കൊടുക്കാനുള്ളതല്ലേ. പിന്നെ ഇത് റെഡിയാക്കിയിട്ട് വേണം ഞങ്ങളെ ബീഫ് റെഡിയാക്കാൻ. അപ്പോൾ ബാബു കടയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കടയിൽ നിന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോഴത്തേന് ബീഫും റെഡി ആവണം. അപ്പോൾ അതിക്കിപ്പം ഞാൻ നാരങ്ങനീര് ചേർത്ത് കൊടുത്തിട്ടു, അതേപോലെ തൈരും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ കുക്കറിൽ, അതും അതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്തിരിയും കൂടെ വെള്ളം ഒഴിക്കാതെയാണ് ബീഫ് വേവിച്ചത്, എന്നാലും അതിൽ വെള്ളം പൊടിഞ്ഞുണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ട്, ഇനി കുഴപ്പമൊന്നുമില്ല. ഈ മസാലയ്ക്ക് അങ്ങനെ തന്നെ ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ കേട്ടോ അതിക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ മസാല പറ്റ ഡ്രൈ ആയാൽ എന്താ പറയുക, ചെമ്പിൻ്റെ അടിക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ദം ചെയ്തെടുക്കുന്ന സമയത്ത് വേഗം അടി പിടിക്കും. അപ്പം പറ്റ ഡ്രൈ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. ഒരു 1.5 ഗ്ലാസ്സൊക്കെ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിക്കിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ബീഫ് വേവിച്ച ആ ഒരു ഗ്രേവി തന്നെ അതിലുണ്ടായിന്. പിന്നെ മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് കുറച്ച് നേരത്തെ ഇട്ടിക്കണം കേട്ടോ. കുറച്ച് വീഡിയോയിൽ കണ്ടിട്ടില്ല, ഇപ്പോഴും കുറച്ച് ചേർത്ത് കൊടുത്തു. അങ്ങനെ മസാലയൊക്കെ സെറ്റായിട്ടോ. പിന്നെ എരിവും പുളിയൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നോമ്പൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ഒക്കെ ചെക്ക് ചെയ്യാമല്ലോ. ഉപ്പൊക്കെ ഉണ്ടായിന്, കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിന്, പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ അത് ചെമ്പക്കാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ മസാല ഉണ്ടാക്കിയ ആ ഒരു മൺചട്ടി ഉണ്ടല്ലോ, അതിക്കന്നെ കേട്ടോ നമ്മളെ ബീഫ് ഇട്ട് കൊടുക്കുന്നത്, ബീഫ് വരട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ഞാൻ ഇതിന് മാറ്റുന്നുണ്ട്, കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ കുറച്ച് എടുത്ത് വെച്ചാൽ പിന്നെ എപ്പോഴേലൊക്കെ നമുക്ക് കറി ഉണ്ടാക്കാൻ എടുക്കാമല്ലോ. അങ്ങനെ അതിലേക്ക് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വെച്ചിനി, അത് കഴുകിയിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. ചതക്കാനും അരക്കാനും ഒന്നും നിന്നിട്ടില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഇനി സവാളയും തക്കാളിയും ഒന്നും ചേർക്കണില്ല കേട്ടോ. ഇത് ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ തന്നെ ചേർക്കണുള്ളൂ. നല്ല ടേസ്റ്റാട്ടോ ഇതിങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും. പിന്നെ മസാല പൊടികളും ചേർത്ത് കൊടുത്തു, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പെരുംജീരകം പൊടിച്ചതും ഒക്കെ ചേർത്ത് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ബീഫ് മസാലയും ചേർത്തിന്. ഇങ്ങനെ വരട്ടണീക്കും അതേപോലെ വറ്റിക്കണീക്കൊക്കെ ബീഫ് മസാല ചേർത്ത് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. ബിരിയാണി ഉണ്ടാക്കുമ്പോഴാണ് ബീഫ് മസാലയൊക്കെ ചേർത്താൽ ആ ഒരു കറിൻ്റെ ടേസ്റ്റ് കാരം. പിന്നെ ഗരം മസാലയൊക്കെ വേണമെങ്കിൽ ചേർക്കട്ടോ. ഞാൻ ഗരം മസാലയും ചേർത്തിട്ടില്ല. അങ്ങനെ കൈ വെച്ചിട്ട് നല്ലോണം തിരുമ്മി കുഴച്ചെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പ് ഒഴിഞ്ഞ് അടുക്കല്ലേ, പിന്നെ ഇതവിടെ കടന്നിട്ട് അങ്ങനെ വെന്തോളും. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അങ്ങനെ ആ ബീഫൊക്കെ അടുപ്പത്ത് വെച്ച് വന്നപ്പോൾ തന്നെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അരി കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരി ഞാൻ കഴുകി വെച്ചിനി ഇതിൻ്റെ അടിയിൽ. ഇങ്ങനെ അരി വേവിക്കണ വെള്ളത്തേക്കും അതേപോലെ ഗ്രാമ്പൂ, ഏലക്ക, പട്ട അങ്ങനെയുള്ളതൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കലുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലൊക്കെ കട്ട് ചെയ്തതുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കും. അതേപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും കേട്ടോ, അരി തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ തിളച്ച വെള്ളത്തേക്കാണ് അരി ഇട്ട് കൊടുക്കുമ്പോഴേ അപ്പം തന്നെ ഇളക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട കെട്ടി വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ അത് ഇല്ലാതെക്കാൻ വേണ്ടിയിട്ടാട്ടോ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കണത്. കുറേയൊന്നും വേണ്ട, 1 സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ കട്ട കെട്ടി വന്നാലേ അതിൻ്റെ ഉള്ളിലത്തെ അരിയൊന്നും വേവൂല. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ എളുപ്പം ഇളക്കി കൊടുക്കും വേണം. അപ്പം ആയിട്ടുണ്ട് കേട്ടോ, ഇത് ഊറ്റിയിടാനായിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ചെമ്പ് ഊറ്റിയിടുന്നുണ്ട്. ഉള്ളരി വെന്താൽ മതി കേട്ടോ. ഇങ്ങനെ അരി പൊട്ടി നല്ലോണം വേവുമല്ലോ, നല്ലോണം വേവുമ്പം അരി ഇങ്ങനെ വിരിഞ്ഞിക്കും ചോറ്. അപ്പോൾ നമ്മൾ നെയ്യൊന്നും ഒഴിച്ചാൽ അങ്ങോട്ട് കാണൂല കേട്ടോ. അതേപോലെ ടേസ്റ്റും ഉണ്ടാവില്ല ബിരിയാണി. അപ്പോൾ പാകത്തെ വേവിന് വേണം ഊറ്റിയിടാൻ. എന്നാൽ നല്ല അടിപൊളി ബിരിയാണി കാരം. ദമ്മും കയറണം, ദമ്മ് നല്ലോണം കയറിയാലുള്ളൂ നല്ല അടിപൊളി ദം ബിരിയാണി ആവുക. അപ്പോൾ ചോറൊക്കെ ഊറ്റിയിട്ട് കൊടുത്തിട്ടാണ്. പിന്നെ അതിലേക്ക് ഉള്ളിയൊക്കെ പൊരിച്ചിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉള്ളി പൊരിച്ചെടുത്തിനത്, അതും ഒഴിച്ചു കൊടുത്തു. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റത്തെ ലെയർ ചോറ് അവിടെ ഊറ്റി വെച്ചിനി, അതും ഇട്ട് കൊടുത്തു. പിന്നെ 1/2 kg നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഈ നെയ്യ് നല്ല ചൂടുണ്ട് കേട്ടോ, അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചോണ്ടേ ഉരുകി നല്ല ചൂടുണ്ട്. ചൂടോട് കൂടിയിട്ട് തന്നെ കേട്ടോ ഒഴിച്ചു കൊടുക്കണത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചാണ്ട് അടച്ചു കൊടുക്കുക. കുറച്ചും കൂടെ ബാക്കിയുണ്ട് ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പൊരിച്ചത്, അപ്പോൾ അതും അതിൻ്റെ മേലെ കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തു. ഓവറായിട്ട് ഞാൻ ഇടലില്ല കേട്ടോ, ഈ ഉള്ളി പൊരിച്ചതൊന്നും, ഒക്കെ പാകത്തിന് തന്നെ ചേർത്ത് കൊടുക്കലുള്ളൂ. അതൊന്നും കുറേ ചേർത്ത് എഴുതിയാണ്ട് ബിരിയാണി ടേസ്റ്റ് കൂടുമൊന്നുമില്ല. ടേസ്റ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മസാല നല്ല അടിപൊളിയാവണം, അതേപോലെ തന്നെ ദമ്മു നല്ലോണം കയറണം, എന്നാൽ ബിരിയാണി സൂപ്പർ ആയിക്കാരം. അല്ലാതെ കുറേ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ പൊരിച്ച് കോരിയിട്ട് വിചാരിച്ചിട്ട് അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഫോയിൽ പേപ്പറൊക്കെ വെച്ച് അടച്ച് ഇതാ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പിലുള്ള കനലുണ്ടല്ലോ, അത് കുറച്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ നീക്കി കൊടുക്കും കേട്ടോ, അല്ലാതെ തീ കത്തിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം കരിയും. അപ്പോൾ എന്താ നമ്മൾ ബിരിയാണിൻ്റെ അടിഭാഗം കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, ആ കങ്ങിയ ടേസ്റ്റ് വന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കനലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കേട്ടോ ഞാൻ ഓലക്കൊടി വെച്ച് കത്തിക്കണത്. അതേപോലെ ഈ ഓലക്കൊടി വെച്ച് കത്തിക്കുമ്പോഴും എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം, ചുറ്റും ആക്കണം, അല്ല നടുക്ക് മാത്രം കത്തിച്ച് കൊടുക്കരുത്, അപ്പോഴും വേഗം അടി പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്നാണ് പാളിച്ച് കത്തിച്ചേ ചെയ്യുള്ളൂ കേട്ടോ ഞാൻ, അല്ലാതെ കുറേ നേരം കത്തിക്കൂല. അത് മതി, എന്നാൽ തന്നെ ദമ്മ് കയറും. പിന്നെ കനലുണ്ടല്ലോ അടിയിൽ, അതേപോലെ കുറച്ച് കനൽ മേലേക്ക് ഇട്ട് കൊടുക്കും, ആ മേലത്തെ റൈസൊക്കെ നല്ലോണം ഒന്ന് ചൂടിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതേപോലെ ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂറിൽ എന്തായാലും വെക്കണം, 3/4 മണിക്കൂർ എന്തായാലും വെക്കണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിട്ട് കിട്ടും, അടി പിടിക്കൊന്നും ചെയ്യൂല. അങ്ങനെ അത് തമ്മിലായിട്ടോ. പിന്നെ അതാ ബീഫ് വെള്ളമൊക്കെ വറ്റി വെന്തിട്ടില്ല കേട്ടോ, കുറച്ചും കൂടെ ഉണ്ട് വേവാൻ. അപ്പോൾ നല്ലോണം ഞാൻ തീ അങ്ങനെ അങ്ങോട്ട് കത്തിച്ച് കൊടുക്കണില്ല, കനലുമ്പോൾ കടന്നിട്ട് അങ്ങനെ വേവട്ടെ കരുതി, സമയമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചോറ് ഇതാ ഞാൻ ഊറ്റി നേരത്തെ അങ്ങനെ വാർത്ത് കാണിച്ചിരുന്നല്ലോ, ഇത് കണ്ടോ, നല്ല അടിപൊളി ചോറേക്കാരം കേട്ടോ, കേടും വരില്ല. അപ്പോൾ ഈ പാത്രത്തിലേ ചോറ് വെക്കാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഈ പാത്രം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർ റസീന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 12% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിച്ചുകൊണ്ടിട്ടോ, 100% വിശ്വസിച്ചിട്ട് വാങ്ങിക്കുക. ഞാനിത് എപ്പോഴും ഇങ്ങനെ വീഡിയോ ചെയ്യണതല്ലേ, അപ്പോൾ അതുകൊണ്ട് മോശം പ്രൊഡക്റ്റുകളൊന്നും നമ്മൾ റിവ്യൂ ചെയ്യൂല കേട്ടോ, നല്ല പ്രൊഡക്റ്റുകൾ തന്നെ നിങ്ങൾക്ക് റിവ്യൂ തരുള്ളൂ. അങ്ങനെ ബീഫൊക്കെ വെന്തിട്ടുണ്ടായിനും. അപ്പോൾ കുറച്ച് ബീഫ് ഞാൻ എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അരിഞ്ഞ് തൂമിച്ചാണ്ട് ചട്ടിയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടോ. പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അതൊക്കെ ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് മോരുകറിയും, അതേപോലെ മോരുകറി ഉണ്ടാക്കിനി. മോരുകറി ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന മോരുകറിയാണ്, മോരില്ലാത്ത മോരുകറി കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തതാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ച് ചോറും അതേപോലെ തന്നെ മോരുകറി, പിന്നെ ബീഫ് വരട്ടിയതും അതൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചിട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മോരുകറിയും ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ലോണം ചോറ് വേണം കേട്ടോ. അപ്പോൾ ഇപ്പം ഷുഗറൊക്കെ ആയതുകൊണ്ട് ഞാൻ ചോറ് കുറച്ച് അങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇതേപോലെ ബീഫ് വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോയിട്ടോ, അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പപ്പടവും ഒരു പീസ് ബീഫും അതേപോലെ നമ്മൾ മോരുകറിയും ഒക്കെ കൂട്ടി കുഴച്ചതിന് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.